വെള്ളപ്പോക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് പ്രൈവറ്റ് പാർട്സിലുള്ള ഹെയർ ഒരിക്കലും നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് പാടില്ല. ഹെയർ കട്ട് ചെയ്യോ ട്രിം ചെയ്യോ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പാർട്സ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ 1 or 2 വട്ടം മാത്രം ഒരു ദിവസത്തിൽ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഓവർ യൂസ് സോപ്പിന്റെ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്യുമ്പോൾ കഴിയുന്നതും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ചൂടുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി തണുത്തതോ വെള്ളം യൂസ് ചെയ്യുന്നത് ആ ഭാഗത്ത് അത്ര നല്ലതല്ല. കാരണം അവിടുത്തെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പുറകിലേക്ക് വാഷ് ചെയ്യുക. കാരണം പിന്നിലുള്ള അഴുക്കുകളൊക്കെ വജൈനയ്ക്ക് അകത്തോട്ട് കയറാനും ഇൻഫെക്ഷൻ വരുന്നത് തടയാനും നമുക്ക് ആ രീതിയിൽ വാഷ് ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അണ്ടർഗാർമെന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ. അണ്ടർഗാർമെന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 100% കോട്ടൺ ആയിട്ടുള്ള അണ്ടർഗാർമെന്റ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെ സോപ്പിട്ട് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം സൺലൈറ്റിൽ നല്ലപോലെ ഡ്രൈ ചെയ്ത് കംപ്ലീറ്റ് ഡ്രൈ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു 5 ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വജൈനൽ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും.